പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ ദാവീദ് യഹോവയുടെ പെട്ടകം ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ നിന്നും യെരുശലേമിൽ കൊണ്ടുവരികയും പെട്ടകത്തിനായി ഉണ്ടാക്കിയ കൂടാരത്തിൽ പെട്ടകം വയ്ക്കുകയും ആ പെട്ടകത്തിന് മുമ്പിൽ ദാവീദും ആസാഫുവിൻ്റെ സഹോദരന്മാരും പാടി ആരാധിക്കുന്നതുമായ രംഗം നാം വായിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദിവസം പ്രതി നടക്കേണ്ടുന്ന വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷകരെ നിയമിക്കുന്നത് നാം വായിക്കുകയാണ്. വാതിൽ കാവൽക്കാരെ നിയമിക്കുന്നു. മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണപ്രകാരം കൃത്യ സമയത്ത് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഹോമയാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കാൻ ആളുകളെ നിയമിക്കുന്നു. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ആളുകളെ നിയമിക്കുന്നു. കാഹളവും കൈത്താളവും ഇങ്ങനെ സംഗീതത്തിനുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കാൻ ആളുകളെ നിയമിക്കുന്നു. കൃത്യമായി ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാനുള്ള ക്രമം ദാവീദ് ഉണ്ടാക്കുന്നത് നാം കാണാം. ദാവീദിന്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത്. മോശയുടെ കാലഘട്ടത്തിലൊന്നും ഉണ്ടാകാത്ത നിലയിൽ ദാവീദിന്റെ കാലഘട്ടം, ദാവീദ് ഒരു ആലയം പണിതില്ല. ആലയം പണിയാനുള്ള ക്രമീകരണങ്ങളൊക്കെ പിൻകാലത്ത് ചെയ്തു എങ്കിലും യഹോവയുടെ പെട്ടകത്തിനൊരു കൂടാരം വെച്ച് ആ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ശുശ്രൂഷകരെ നിയമിച്ചു, സംഗീതക്കാരെ നിയമിച്ചു, കൂറുകൾ ക്രമങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വ്യവസ്ഥാപിതമായി മനോഹരമായി ദൈവത്തെ ആരാധിക്കാനുള്ളൊരു ക്രമം ദാവീദ് ഉണ്ടാക്കുന്നു. പിൻകാലത്ത് ദാവീദ് ഈ ശുശ്രൂഷകൾക്ക് നിയമിച്ച ആസാഫും യെദൂഥൂനുമൊക്കെ അനുഗ്രഹീത പ്രവാചകവര്യന്മാരായി മാറി എന്നുള്ളതാണ് നമുക്ക് വായിക്കുന്നത്. അവരുടെ പുത്രന്മാരും അങ്ങനെ ആലയം പണിക്ക് വേണ്ടി, ആലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ പിൻകാലത്ത് ഇസ്രായേലിയ ആരാധനകളിൽ പാടുന്ന പല കീർത്തനങ്ങളെ രചിക്കാനും ഒക്കെ കാരണമായി തീർന്നു. ദാവീദിന്റെ കാലഘട്ടത്തിലാണ് വ്യക്തമായ സങ്കീർത്തനങ്ങളൊക്കെ രചിക്കപ്പെടുന്നത്. യഹോവയുടെ പെട്ടകം വെച്ച കൂടാരത്തിന് ചുറ്റും കൃത്യമായ ആരാധന രീതിയൊക്കെ ഉണ്ടാകുന്നു. പിൻകാലത്ത് പ്രവാചകൻ വീണുപോയ ദാവീദിന്റെ കൂടാരം എന്ന് പറയത്തക്കവണ്ണം ആരാധനയുടെയും സ്തുതിയുടെയും കൃത്യമായ യാഗാർപ്പണങ്ങളുടെയും ഒരിടമായി അതിനെ ദാവീദ് മാറ്റി. ചെറുപ്രായത്തിൽ തന്നെ
കാടുകളിലൊക്കെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന നാളുകളിൽ സംഗീതത്തോട് വാസനയുണ്ടായിരുന്ന ദാവീദ് കൃത്യമായി ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ദാവീദിന്റെ ജീവിതം പിൻകാലത്ത് വളരെ കൃത്യതയോടെ ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണം ക്രമങ്ങൾ ഉണ്ടാക്കുവാനും കാരണമായി. പ്രിയമുള്ളവരെ, ദാവീദിന്റെ ജീവിതത്തിന്റെ വിജയത്തിന് കാരണം അതാണ്. ദൈവത്തെ ആരാധിക്കാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടൊക്കെ എന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്ന അതേ നിലവാരത്തിൽ പദ്ധതികൾ ഒരുക്കിയത് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. ദാവീദിന്റെ ജീവിതം അവിധം അനുഗ്രഹപ്രദമായി. ദൈവത്തെ ആരാധിക്കാൻ എவ்விധമല്ല ദൈവത്തെ ആരാധിക്കാമോ, അവിധം ദൈവത്തെ ആരാധിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ നാമും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും കേട്ടോ. അതൊരു യാഥാർത്ഥ്യമാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദാവീദിന്റെ ജീവിതം അങ്ങേ ആരാധിക്കാൻ തക്കവണ്ണം തുടിക്കുന്നതായിരുന്നു എന്ന്, അതിനുവേണ്ടി ദാവീദ് ഒരുക്കിയ പദ്ധതികൾ എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ. കർത്താവേ, ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയം ദൈവാരാധനയുടെ ശ്രേഷ്ഠതയിൽ നിറഞ്ഞു വരുവാനിട വരുത്തണം. അങ്ങയുടെ സാഹിത്യം നിരുത്ത ശുഭത ഇന്ന് പകൽ നിന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.